നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്നെ അച്ഛനെ പിടിപ്പിക്കാൻ വേണ്ടി മനഃപൂർവ്വം ആരോ ചെയ്ത തിരുവാഭരണം എടുത്തവരുടെ പിന്നില് ശക്തരായ ആരോ ഉണ്ട്. നമ്മളോട് അത്രയ്ക്ക് വാശിയുള്ളവരാത്. അത് ആരാന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവാത്തത്. ഇന്നലെ സ്റ്റേഷനിൽ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയില്ലല്ലോ. അതും ഇതും ആലോചിച്ച് സമയം കളയണ്ട. എന്നാലും നമ്മൾ ഇത്രയൊക്കെ ദ്രോഹിച്ചിട്ട് അതാരാന്നറിയാതെ എനിക്ക് ശരിക്കും സ്വസ്ഥത കിട്ടുന്നില്ല. സാരമില്ലെന്നേ, അതാര് ചെയ്താലും അതിന് പകരം കൃഷ്ണൻ ചോദിച്ചോളൂ. എനിക്ക് ഉറപ്പുണ്ട്. സ്റ്റേഷനിൽ വെച്ചും എനിക്ക് എന്റെ കാര്യത്തിലായിരുന്നില്ല വിഷമം, അച്ഛനെ ഓർത്തിട്ടാ. പാവം ആകെ തളർന്നു പോയി. വരട്ടെ, ആരായാലും അങ്ങനെ രക്ഷപ്പെടില്ല. അച്ഛനോ നമ്മളാരോ മനസ്സുകൊണ്ട് പോലും അങ്ങനെ ഒരു പാപം ആലോചിക്കുക പോലും ചെയ്തിട്ടില്ല. അപ്പോ മനഃപൂർവ്വം അങ്ങനെ ചെയ്തവർക്ക് അതിന്റെ ഫലം ഉറപ്പായിട്ടും കിട്ടും. കൃഷ്ണന്റെ തിരുവാഭരണം മോഷ്ടിച്ചിരിക്കുന്ന അതല്ലേ വേഗം അതെടുത്തവരെ നമ്മുടെ കൺമുമ്പിൽ കാട്ടിത്തന്നെ. ആ പിന്നെ ഞാൻ സാറിന് മധുരേന്നൊരു സമ്മാനം വാങ്ങിയിട്ടുണ്ട്. എവിടെ കാണട്ടെ? നന്നായിട്ടുണ്ടല്ലോ. മധുരയില് ശരിക്കും കണ്ണിന് തൊഴാൻ പോലും കഴിഞ്ഞില്ല. പിന്നെ നന്നായിട്ട് പാടാൻ പറ്റി. അത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാ കാണുന്നത്. ഒരു ദിവസം മുഴുവൻ അവിടെ തങ്ങി കണ്ണിന്റെ ഭക്തിയിൽ അങ്ങ് ലയിച്ചു ചേർന്നു. അതിൽ പരം ആനന്ദം വേറെ എന്താ ഉള്ളത്? സാരില്ല, നമുക്ക് വളരെ താമസിയാതെ തന്നെ മധുരയിലെ കണ്ണന്റെ അടുത്തേക്ക് പോ. അന്ന് അച്ഛനും അമ്മയും അപ്പുവും എല്ലാവരും കൂടെ ഉണ്ടാവും. കാണേണ്ട ഒരു കാഴ്ചയാ. അത്രയ്ക്ക് വിശേഷം അവിടെ. മധുര മാത്രമല്ല, ദ്വാരക, കണ്ണന്റെ അമ്പാടി, അങ്ങനെ ഒരുപാട് വിശേഷ സ്ഥലങ്ങളുണ്ട് അവിടെ. കൃഷ്ണന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ നമുക്ക് പോവാം. എന്നും ഒരാളെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കില്ലല്ലോ. നമ്മൾ സത്യസന്ധമായിട്ട് ശരിക്കും പരിശ്രമിച്ചാൽ മതി. എല്ലാ കഷ്ടതയും മാറും, നല്ലത് വരും, അതുറപ്പാ. എന്റെ കണ്ണ, നിന്റെ അനുഗ്രഹം ഇന്ന് ഞങ്ങളിൽ ഉണ്ടാവണേ. ശ്യാമേ, ഞാനേ ഇവിടൊക്കെ ഒന്ന് ഒതുക്കി വെക്കാന്ന് വെച്ചു. കുടുംബശ്രീന്നൊരു ലോൺ എടുത്തിട്ട് ഒരു തയ്യൽ മെഷീൻ വാങ്ങാന്ന് വെച്ചു. അതിവിടെ വെക്കാനാ. നല്ല കാര്യമാണല്ലോ. മോള് വളർന്നു വരല്ലേ ശ്യാമേ, ചെലവ് കൂടി വരിക. അപ്പോ ചുറ്റുവട്ടത്തുനിന്ന് കിട്ടുന്ന ഡ്രസ്സ് തയ്ച്ചു കൊടുക്കാം. എനിക്കെന്തെങ്കിലും ഒരു വരുമാനം ആവുമല്ലോ, അല്ലാതെ പറ്റില്ല. അത് നല്ല ഐഡിയ തന്നെയാ. പിന്നെ നീ മധുര കൃഷ്ണന്റെ മുന്നിൽ പാടാൻ പോയതും വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞത് ഇന്നാ. ഇടയ്ക്ക് ചേച്ചിയൊന്നും വിളിക്കാനുള്ള സാവകാശം ഉണ്ടായില്ല. അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഞാൻ അറിഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അവിടെ നിന്റെ അമ്മയുടെ അടുത്ത് വന്നിരുന്ന് അവരുടെ ദുഃഖം കാണാം, അല്ലാതെന്താ? എന്തായാലും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവാതെ സത്യം തിരിച്ചറിഞ്ഞല്ലോ, അത് തന്നെ വലിയ കാര്യം. എന്റെ കണ്ണിന് ഇത്ര പെട്ടെന്ന് സത്യം പുറത്തു കൊണ്ടുവന്ന്. ഇതിന്റെ പിന്നില് ആ അരുന്ധതി മോളുവാണെന്നാ എന്റെ ബലമായ സംശയം. അവര് രണ്ടാളും പുറകെ നടന്ന് നിന്നെ ദ്രോഹിക്കല്ലേ? വിസ്മയ എന്നെ കൊണ്ട് പാടിക്കാൻ വീട് വരെ വന്നിരുന്നു. ദേഹം തളരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ ഷോ ഒക്കെ കാണിച്ചു. ഞാനും അവൾക്ക് കണക്കിന് കൊടുത്തു തന്നെയാ വിട്ടെ.
അതിന്റെയൊക്കെ വാശി അവൾക്ക് അവളുടെ അമ്മയ്ക്കും കാണും. പിന്നെ ഒട്ടും സംശയം വേണ്ട, ഇതിന് പിന്നിൽ ആ അമ്മയും മോളും തന്നെയാ. ശ്യാമെ, പോലീസിലൊരു സൂചന നൽകുന്നത് നല്ലതാ. അവരാ വഴിക്ക് അന്വേഷിച്ചോളൂ. അതൊന്നും വേണ്ട ചേച്ചി. ആരായാലും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം സാക്ഷാൽ കണ്ണൻ ഇന്നല്ലെങ്കിൽ നാളെ അവർക്ക് കൊടുത്തോളൂ. അതിൽ സംശയമില്ല. നാളെ ആ ബർത്ത്ഡേ ഫംഗ്ഷൻ. അച്ഛൻ നേരിട്ട് വന്ന അഖിൽ സാറിനെ എന്നെ ക്ഷണിച്ചത്. ആ ബർത്ത്ഡേ പാർട്ടി എവിടെയെന്ന് എനിക്ക് മനസ്സിലായി. ഒരു വെഡിങ് ആനിവേഴ്സറിക്ക് പോയതിന്റെ വിഷമം രണ്ടാൾക്കും ഇതുവരെ മാറിയിട്ടില്ലല്ലോ. തറവാട്ടിൽ പിറന്ന റിച്ചായ നല്ല എഡ്യൂക്കേഷനുള്ള 3 പെൺകുട്ടികളുടെ ഫോട്ടോയാ ഇത്. ഈ 3 പേരിൽ ആരെയാ എന്റെ അഖയ്ക്ക് ഇഷ്ടായ ആ ആളെ ഇവന് തിരഞ്ഞെടുക്കാം. ശ്യാമെ, പോകുന്നതൊക്കെ കൊള്ളാം, പക്ഷെ അങ്ങനെ ആവാതെ സൂക്ഷിച്ചു. ഞാൻ ശ്യാമെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വസുന്ധരാമയുടെ സ്വഭാവം അങ്ങനെ, അതുകൊണ്ട് പറഞ്ഞതാ. ഇപ്പൊ എന്ത് ഫേസ് ചെയ്യാൻ തയ്യാറായിട്ടാ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടേക്ക് പോകുന്നത്. അച്ഛനെ വിഷമിപ്പിക്കാൻ വയ്യ, അതുകൊണ്ടാ. എന്തായാലും അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് അച്ഛൻ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിരിക്കുമോ? ആ, ശ്യാമ ഇത് പറഞ്ഞപ്പോഴാ ഞാനൊരു കാര്യം ഓർത്തെ. ഇന്നെന്റെ പിറന്നാളാ. ഇന്നോ? ആ, തിരക്കിനിടയിൽ അതുപോലും ഓർക്കാൻ പറ്റിയില്ല. ഒന്നുമില്ലെങ്കിൽ മോളെയും കൂട്ടി അമ്പലത്തിലെങ്കിലും പോയേനെ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു ചെറിയ ഗിഫ്റ്റ് എങ്കിലും വാങ്ങിച്ചുകൊണ്ട് വന്നേനെ. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ലെന്നേ. ജീവിക്കാനുള്ള ഓട്ടോ അല്ലേ. അതിനിടയിൽ എന്നെ പോലുള്ളവർക്കൊക്കെ എന്ത് ബർത്ത്ഡേ. എനിക്കിപ്പോ ഊണിലും ഉറക്കത്തിലും എന്റെ ശ്രീകുട്ടിയുടെ കാര്യം മാത്രം. എന്നാലും ചേച്ചിയുടെ ബർത്ത്ഡേ അല്ലേ, ചെറിയ രീതിയിലെങ്കിലും ഒന്ന് ആഘോഷിക്കണം. അത് സാരമില്ലെന്നേ. ആ പിന്നെ ശ്രീകുട്ടിയോട് ബർത്ത്ഡേയുടെ കാര്യമൊന്നും പറയല്ലേ. പിന്നെ അപ്പ അവള് ബർത്ത്ഡേ ആഘോഷിക്കണം എന്ന് പറഞ്ഞു തുടങ്ങും. അങ്ങനെ നല്ലൊരു കാലത്ത് അതൊക്കെ ആഘോഷിച്ചിട്ടുണ്ട്. ആ, ഇനി ആ ഓർമ്മകൾ മതി എനിക്ക്. അപ്പൊ ഇന്നമ്മയുടെ ബർത്ത്ഡേ ആണല്ലേ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.